ഇംഗ്ലീഷ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ വളരെ സയൻറ്റിഫിക് ആണ്, അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുന്നത്. പക്ഷേ അതിലെപ്പോഴും ഒരു ഭയങ്കര നോർമറ്റീവ് സാധനമുണ്ട്, അതായത് ഇങ്ങനെ ആയിരിക്കണം. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 104 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്കൊരു പനിയുണ്ട്, മരുന്ന് കഴിക്കൂ, നമ്മൾ ട്രാക്ക് ചെയ്യുന്നു, കുറയ്ക്കുന്നു. പക്ഷേ നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽസ് കുറേയൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സും കൂടെയാണ്. അതായത് ഇപ്പം ഈ ഞാനിപ്പം ആക്ച്വലി എനിക്കിപ്പോഴും ആക്റ്റീവില് വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ എനിക്കൊരു വർക്കിൻ്റെ ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു 4 മണിക്കൂറിൽ ഒരു 8 മണിക്കൂറിൻ്റെ ജോലി തീർക്കും. എനിക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്നും ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ട്യൂസ്ഡേ, വെനസ്ഡേ മാത്രമേ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ട്യൂസ്ഡേ, വെനസ്ഡേ ആക്ച്വലി ഞാൻ ബാക്കി എല്ലാവരും 5 ദിവസം ചെയ്യുന്ന പണി ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. അതായത് എനിക്കൊരു സാധനം സെറ്റായി വന്നാൽ എനിക്ക് ഭയങ്കര ഫോക്കസാണ്, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഫോക്കസ് ഇല്ല. ഇതാണ് എൻ്റെ പേഴ്സണാലിറ്റി. ഞാൻ മരുന്ന് കഴിച്ചെന്നെ കെമിക്കലി ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ പേഴ്സണാലിറ്റിയിൽ നിന്ന് എഗെയിൻസ്റ്റ് പോവുകയാണ്. അപ്പോൾ നാച്ചുറലി നമ്മുടെ എന്തോ റിയൽ നമുക്കൊരു കോളിംഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റൊക്കെ ഭയങ്കരമായിട്ട്, അതായത് എല്ലാം ഇങ്ങനെ ആയിരിക്കണം, സെറട്ടോണിൻ ഇങ്ങനെ ആയിരിക്കണം, ഡോപ്പമിൻ ഇത്ര ലെവലാവണം എന്ന് പറയുന്നതിൽ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കുറേയൊക്കെ പോകും. എനിക്ക് തോന്നണില്ല അത്. പിന്നെ കുറേ നമ്മൾ ഈ എഡ്രോൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ നാച്ചുറലി കുറച്ച് ഡിപ്രഷനിലോട്ടൊക്കെ പോകും. എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ഒരു വല്ലാത്ത ഗ്രൈൻഡ് പോലെ തോന്നും. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഇതിൻ്റെ കുറച്ചൊക്കെ നടക്കുക ഒരു സാധനം വരുമല്ലോ. അപ്പോൾ നമുക്കത് ഇത് ഭയങ്കര ഹോളിസ്റ്റിക് ആയിരിക്കണം.